തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു ദിവസം നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫ്രീഡം പ്രയർ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് ഇന്ന് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇന്ന് കർത്താവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് ധ്യാനത്തിനായിട്ട് തരികയാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഈ സന്ദേശത്തിന്റെ സമയങ്ങളിൽ, ഈ കുറച്ചു സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിന്തകളല്ല. ഈ ദിവസം മുഴുവനും ഈ ഒരു വചനത്തെ, ഈ കേൾക്കുന്ന സന്ദേശത്തെ ആസ്പദമാക്കി നിങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെക്കുറിച്ച് വിശാലമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കും. നിയമാവർത്തനം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. പ്രിയപ്പെട്ട ബൈബിളില് ഇതുപോലെ മനുഷ്യ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഒരു പിതാവ് മക്കളോടെന്നതുപോലെ സ്നേഹത്തോടെ ദൈവം പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യജീവിതം എപ്പോഴും സന്തോഷപ്രദവും സമാധാനപൂർണവുമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നുവോ അത്രത്തോളം ദൈവിക സമാധാനവും സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയും. എന്നാൽ ഇന്നത്തെ മനുഷ്യര് ഈ ദൈവത്തിന്റെ വചനം നമ്മളോട് അനുഷ്ഠിക്കണമെന്ന്, പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ അനുഷ്ഠിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് അതിൽ സംതൃപ്തി കണ്ടെത്താനും അതുവഴി ദൈവത്തെ പ്രസാദിപ്പിക്കാനും അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാനും ഒക്കെയാണ് പലപ്പോഴും പരിശ്രമിക്കുന്നത്. എന്നും പള്ളി പോകണം, കുരിശു വരയ്ക്കണം, വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരിക്കണം, ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം, രൂപക്കോട് വേണം, വീട് വെഞ്ചിരിക്കണം, നോമ്പെടുക്കണം, ഉപവസിക്കണം, ഇങ്ങനെയുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ കൃത്യതയോടെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി, ആത്മീയത എന്ന് പറഞ്ഞാൽ അതാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ശരിയായ ആത്മീയതയുടെ ഫലം മനുഷ്യ ജീവിതങ്ങളിൽ കാണാതെ വരുന്നു. അങ്ങനെ ശരിയായ ആത്മീയതയുടെ ഫലമായ ശാന്തതയും സമാധാനവും സ്നേഹവും സന്തോഷവും ഒക്കെ മനുഷ്യ ജീവിതങ്ങളിൽ കാണാതെ വരുമ്പോൾ ആ വ്യക്തിക്ക് സാക്ഷ്യമാകാനായിട്ട് പറ്റത്തില്ല. സാക്ഷ്യമാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ, വിജാതീയർ നോക്കുമ്പോൾ, അല്ല ദൈവത്തെ അറിയാത്തവർ നോക്കുമ്പോൾ ഞങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം? അവർ പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ടെൻഷൻ അടിക്കുന്നത് പോലെ അവരും പ്രശ്നങ്ങൾ വരുമ്പോൾ ടെൻഷൻ അടിക്കും. ഒരു വ്യത്യാസവും കാണാനില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയത ആചാര അനുഷ്ഠാനങ്ങളിൽ അടിസ്ഥാനമിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് മാറിയിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി അടിസ്ഥാനമിടേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. അതുകൊണ്ടാണ് നിയമാവർത്തനം 6-ൽ ദൈവം വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ബൈബിളിൽ ഉണ്ടായിരിക്കണം എന്നല്ല, വീട്ടിൽ ബൈബിൾ ഉണ്ട്, പക്ഷെ ആ ബൈബിളില് ഒരു വചനം പോലും കാണാപ്പാടം അറിയത്തില്ല. കാണാപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹൃദയസ്ഥമാക്കുക. അത് തന്നെയാണ് നിയമാവർത്തനം 6:6. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, ഹൃദയസ്ഥമാക്കണം, മനഃപ്പാടമാക്കണം, ബൈ ഹാർട്ട് ആക്കണം എന്നാണ് കർത്താവ് നിയമാവർത്തനം 6:6 പറഞ്ഞതിന്റെ അർത്ഥം. ബൈബിളിലുണ്ട്, ഹൃദയത്തിലില്ല. എന്താ പ്രയോജനം? നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടായിരുന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു നിർണായക സാഹചര്യം വരുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും നമ്മൾ മുന്നോട്ട് വഴിയിൽ വെളിച്ചമായി മാറുകയും ഒക്കെ ചെയ്യുന്നത് വചനം ഹൃദയസ്ഥമാകുമ്പോഴാണ്. ഹൃദയത്തിൽ വചനമില്ലാതെ
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഴി ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ എന്നും കുരിശ് വരയ്ക്കുന്നുണ്ട്, ഞാൻ എന്നും എല്ലാ നോമ്പും എടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കുന്നുണ്ട്, ഞാൻ വർഷത്തിലൊന്നും ധ്യാനം കൂടാൻ പോകുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇന്ന രൂപങ്ങളുണ്ട്, ഇന്ന ആചാരങ്ങളുണ്ട്, ഇന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം ഞാൻ പോകുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഫരിസേയനെ പോലെ, ചുങ്കക്കാരനും ഫരിസേയനും പ്രാർത്ഥിക്കാൻ പോയപ്പോ ഫരിസേയൻ പറഞ്ഞതുപോലെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആത്മീയതയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ്, എൻ്റെ ജീവിത ശൈലിയെ രൂപപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി, ആത്മീയത. അതിന് സഹായകമാണ് അനുദിന വിശുദ്ധ കുർബാന, അതിന് സഹായകമാണ് സന്ധ്യാപ്രാർത്ഥന, അതിന് സഹായകമാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മറ്റെല്ലാ ആചാരാനുഷ്ഠാനങ്ങളും. സഭയിലൂടെ ആത്മീയ ജീവിതത്തിന് ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സഭയിലൂടെ പരിശുദ്ധാത്മാവ് വേണ്ട സഹായങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരികയാണ്. പക്ഷെ നമ്മൾ ആചാരം അനുഷ്ഠിക്കുകയും ആത്മീയത ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ ആത്മീയതയുടെ യഥാർത്ഥ ഫലം നമുക്ക് സ്വന്തമാക്കാനാവുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കാതെ പോകുന്നു. നിയമാവർത്തനം 6-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണല്ലോ പറയുന്നത്: ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഇനി മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? നമ്മള് മക്കളെ വിളിച്ചു വരും, മോനെ വാടാ വചനം പഠിക്കാം, മോളെ വചനം പഠിക്കാം വാ എന്ന് പറഞ്ഞ് ഇരുത്തിയാലും അവരുടെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലുമായിരിക്കും. എപ്പോഴാണ് കുട്ടികളോട് വചനം പറയേണ്ടത്? നമ്മൾ പഴയ മാതാപിതാക്കളെ ശ്രദ്ധിച്ചു, അവര് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതിനോട് ചേർത്തൊരു പഴഞ്ചൊല്ല് പറയും. ഇതാ പറയുന്നത്, മിന്നുന്നതെല്ലാം പൊന്നല്ല, അടി തെറ്റിയാൽ ആനയും വീഴും. എപ്പോഴത് പറയുന്നത്? ജീവിതത്തിന്റെ ചില സംഭവങ്ങൾ നടക്കുമ്പം അത് കണ്ട് അതിനോട് ചേർത്ത് പഴഞ്ചൊല്ല് പറയണം. അന്ന് ബൈബിൾ എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു, ബൈബിളിലെ വചനങ്ങൾ അവർക്ക് അറിയത്തില്ലായിരുന്നു. ആകെ അറിയാവുന്നത് ഈ പഴഞ്ചൊല്ലുകളൊക്കെയായി. എന്നാൽ ഇന്ന് പഴഞ്ചൊല്ലും ഇല്ല, വചനവും ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു സാഹചര്യം വന്നാൽ എല്ലാവരും കൂടി ടെൻഷൻ. എന്നാൽ കുട്ടിയുടെ ജീവിതത്തിൽ നമ്മളെ കാണുന്ന നമ്മളുമായി ഇടപെടുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുദിന അനുഭവങ്ങൾ, സംഭവങ്ങൾ, അതിനോട് ചേർന്നുള്ള വചനം ബൈബിളിലുണ്ട്. ഒരു ഭയപ്പെട്ട് നിൽക്കുന്ന കുട്ടിയോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വചനം പറയാം. അല്ല ഉത്കണ്ഠപ്പെട്ട് അസ്വസ്ഥരായിരിക്കുന്ന ഒരാളോട് ചെന്ന് ആകുലപ്പെടുന്നത് എന്തിന്? ഈശോ ചോദിച്ച വചനമുണ്ട്: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ. ആ വചനഭാഗമുണ്ട്. അത് പറഞ്ഞ് അവരെ ആ സമയത്ത് ആ വചനം അവർ സ്വീകരിക്കും. ഭയപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ആ സമയത്ത് ഭയങ്കര ധൈര്യമായിരിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയർ 4:10. സാമ്പത്തികമായി വലിയൊരു കടബാധ്യത വന്ന് ഞെരുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ അരികിൽ വന്ന് ആ സങ്കടങ്ങളൊക്കെ പറയുമ്പം എന്നാ പറയാനാ, ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ, സഹിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് മാനസികമായി വിടാതെ ഫിലിപ്പിയർ 4:19 പറയണം. അല്ലെങ്കിൽ അതിന് സമാനമായ ധാരാളം വചനങ്ങളുണ്ട്. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19 പറയണം. അത് പറയാൻ പറ്റണമെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്ത് വേണം? വചനം വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിയമാവർത്തനത്തിന്റെ പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: ആകയാൽ എന്റെ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ, അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നോക്കുക, ഹൃദയത്തിലും മനസ്സിലും വചനം സൂക്ഷിക്കുവിൻ എന്നാണ് നിയമാവർത്തനം 11:18 പറയുന്നത്. ഹൃദയത്തിലും മനസ്സിലും അത് സൂക്ഷിക്കണം. അലമാരിയിലല്ല, രൂപക്കൂട്ടിലല്ല, ബൈബിളിൽ എഴുതപ്പെട്ട ആ ബൈബിൾ എന്ന പുസ്തകത്തിന്റെ താളുകളിലല്ല. താളുകളിൽ അത് എഴുതപ്പെട്ടത് ഹൃദയത്തിലേക്ക് അത് പകർത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അനേകര് ബൈബിള് പുസ്തകങ്ങളില് താളുകളിൽ ഇങ്ങനെ പകർത്തി എഴുതി അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അത് പരമാവധി ഹൃദയത്തിൽ എഴുതാൻ വേണ്ടിയാണ്. ഇങ്ങനെ പകർത്തി എഴുതുന്ന സമയത്ത് ഹൃദയത്തിൽ അത് എഴുതപ്പെടുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ 15:7 ഈശോ നമ്മളോട് ഇപ്രകാരം പറയുന്നത്:
നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാൻ ലഭിക്കുമെന്ന്. അപ്പൊ വചനം നിയമാവർത്തനം 6 പറയുന്നത് പോലെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതുപോലെ നിയമാവർത്തനം 11:18 പറയുകയാണ്, ഹൃദയത്തിലും മനസ്സിലും ആ വചനം സൂക്ഷിക്കുവിൻ. എന്നിട്ട് പറയാണ്, അത് നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും നെറ്റിത്തടത്തിൽ അത് ധരിക്കുകയും ചെയ്യുമെന്ന്, നെറ്റിപ്പട്ടമായിട്ട് ധരിക്കുകയും ചെയ്യണം. എപ്പോഴും ഓർക്കാനായിട്ട്, എപ്പോഴും എവിടെയായിരുന്നാലും ഈ വചനത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ തക്ക രീതിയിൽ ദൈവവചനം നമുക്ക് സമീപസ്ഥമായിരിക്കണം, നമ്മളോടൊപ്പമായിരിക്കണം, ദൈവകൃപയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹെബ്രായർ 4:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇത്രമാത്രം ശക്തമായ വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനം. അത് ദൈവത്തിന്റെ വചനമാണ്. ഈ ബോധ്യത്തോടെ സാധാരണ പുസ്തകങ്ങളിൽ വായിക്കുന്ന വചനങ്ങൾ പോലെ ഇതിനെ കാണാതെ ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, ശക്തമാണ്, അനേകരെ മാനസാന്തരപ്പെടുത്തിയിട്ടുള്ള, അനേകരുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശ പകർന്നു കൊടുത്തിട്ടുള്ള, അനേകരെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ശക്തമായ വചനം. ഈ വചനത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം, കൂടുതൽ ഇഷ്ടപ്പെടണം, കൂടുതൽ ഭക്ഷിക്കണം, ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് ഇന്നേ ദിവസം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവാനുഗ്രഹങ്ങൾ വരുവാൻ, യഥാർത്ഥ വിടുതൽ ജീവിതത്തിൽ സംഭവിക്കുവാൻ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ആത്മാവിന്റെ വാളാണ് ദൈവവചനം എന്ന് കർത്താവ് പറയുകയാണ്. നമുക്കറിയാം, ആത്മബലം, ആത്മധൈര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആത്മാവിനൊരു വാള് വേണം. എല്ലാ തിന്മകളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നോട്ട് പോകുവാൻ ഒരു മനുഷ്യന് ശക്തി പകരുന്ന ദൈവത്തിന്റെ വാളാണ്, ആത്മാവിന്റെ വാളാണ് ദൈവത്തിന്റെ വചനം. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് എഫേസോസ് 6 പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശാന്തമായിരുന്ന് ആത്മശോധന ചെയ്യണം. ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനത്തിന് ഞാൻ എന്തുമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വല്ലപ്പോഴും ഒന്ന് തുറന്നു നോക്കുകയും അല്പം ഒരു ആശ്വാസം കിട്ടും, അതിൽ മാത്രം സംതൃപ്തി അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശമാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നുപോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടനെ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ മുഖം കാണുന്നു, കണ്ണാടിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മുഖം മറന്നു പോകുന്നു. ഇതേപോലെ ബൈബിള് വായിക്കുമ്പോഴത് ഓർക്കുന്നു, പിന്നെ വചനം മറന്നു പോകുന്നു. അങ്ങനെ ആകുന്നവരിലല്ല, മറിച്ച് കേട്ടത് അനുവർത്തിക്കുന്നവരിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ, വിടുതലിന്റെ, ഫ്രീഡം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് വചനത്തിലൂടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വചനത്തിന് പ്രാധാന്യം നൽകുമെന്നും ഓരോ ദിവസവും ഒരു വചനമെങ്കിലും ബൈ ഹാർട്ട്, ഹൃദയത്തിലാക്കുമെന്നും നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നമുക്ക് മറ്റുള്ളവരോട്, ഓരോരോ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ ഒരു വചനം പറയുവാൻ, അങ്ങനെ അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം വഴി വേർപെട്ടു പോയവരെ നമുക്ക് ഓർക്കാം. അറിവില്ലായ്മ കൊണ്ടും ബോധ്യങ്ങളുടെ കുറവ് കൊണ്ടും ഒക്കെ അവർ വചനത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിൽ അവരിലൂടെ ദൈവത്തിൻ്റെ വചനം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച പലരും അറിയാതെ പോയിട്ടുണ്ട്. അതുമാത്രമല്ല, വചനത്തിലൂടെ സമയാസമയങ്ങളിൽ കിട്ടേണ്ട ആശ്വാസവും സമാധാനവും സൗഖ്യവും ധൈര്യവും ശക്തിയുമൊക്കെ സമയാസമയങ്ങളിൽ ലഭിക്കാത്തതിനാൽ അവരൊത്തിരി അസ്വസ്ഥപ്പെടുകയും ഒത്തിരി തെറ്റുകളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലേക്കെല്ലാം കർത്താവെ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളുടെ കടങ്ങൾ പുറത്ത് അവരെ വിശുദ്ധീകരിക്കണമേ, നിത്യ സൗഭാഗ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകണമേ എന്ന് ആഗ്രഹിച്ച് അതിന് പരിഹാരമായി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്കായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളുടെ കടങ്ങൾ മോചിക്കാൻ വേണ്ടി തന്നെ ഒരമണിക്കൂർ വചനം വായിച്ച് അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭ പറയുന്നു, അപ്രകാരം ചെയ്യുമ്പോൾ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് ഒരമണിക്കൂർ പ്രായശ്ചിത്തമായിട്ട് അവരുടെ കടങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ ബൈബിള് വായിച്ച് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നല്ല തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ നിറയട്ടെ. വചനത്തിലൂടെയുള്ള യഥാർത്ഥ വിടുതൽ, യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹത്തോടെ നമുക്കൊന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാടി ആരാധിച്ച് നമുക്ക് ദൈവാനുഗ്രഹം നേടാം. മരിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.